എണേ എലക്ഷൻ അടുത്തില്ലേ? നീ ആർക്കാ വോട്ട് ചെയ്യണേ? സംശയം എന്താ? ലീഗിന് തന്നെ. ഈ വാർഡിൽ നമുക്ക് വേണ്ട എല്ലാം ചെയ്തു തരുന്നത് ലീഗിന്റെ ആൾക്കാരും കൗൺസിലറും തന്നെയല്ലേ? ഇപ്പൊ നടക്കുന്ന SIR വിഷയത്തിൽ നമുക്ക് വേണ്ടി ആദ്യം മുന്നിട്ടിറങ്ങിയത് ലീഗിന്റെ കുട്ടികളല്ലേ? അവരല്ലേ എന്റെ ഉമ്മയുടെയൊക്കെ വോട്ട് എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ച് ഫോമുകളെല്ലാം ശരിയാക്കി തന്നത്. എന്റെ ഉമ്മാക്കും ഉപ്പാക്കും പെൻഷൻ ചെയ്തു തന്നതും അവരാണ്. അവര് വെറും തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഉണ്ടാവുന്നവരല്ലല്ലോ. അവരെന്തെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. മഴ വന്നു കാട് പിടിച്ചു കിടന്ന തീരദേശ റോഡ് ക്ലീൻ ചെയ്യുന്നതും ഞാൻ കണ്ടു. നാട്ടിലെ റോഡുകൾ വൃത്തിയാക്കുന്നു, പാവപ്പെട്ടവരെ സഹായിക്കുന്നു. നമുക്ക് വേണ്ടി അവർ ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്തു തന്നില്ലേ? ഗവൺമെന്റ് ഹോസ്പിറ്റലിന് ആവശ്യമുള്ള UDHID കാർഡ് ചെയ്ത് തന്നു. എപ്പോഴും ഇപ്പോഴും അവർ ഒരു ടീമായി തന്നെയല്ലേ പ്രവർത്തിക്കുന്നത്. തുരുത്തി ലീഗ് ഓഫീസിൽ എന്തെല്ലാം സംവിധാനം ഉള്ളത്? ഓക്സിജൻ മെഷീൻ, രോഗികൾക്കുള്ള ബെഡ് സെറ്റ്. പിന്നെ വർഷങ്ങളായി അവർ പാവപ്പെട്ട രോഗികൾക്ക് CH സെന്ററിലേക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്ന് കൊടുക്കുന്നു. നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അവിടെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു കൊടുക്കുന്നില്ലേ? എന്റെ ആവശ്യത്തിന് മാത്രം ഞാൻ എത്ര ഫോട്ടോ കോപ്പികൾ അവിടെ നിന്ന് എടുത്തത്. എന്റെ അനിയത്തിയുടെ ജനന സർട്ടിഫിക്കറ്റും ഉടൻ തന്നെ എടുത്തു തന്നു നമ്മുടെ കൗൺസിലർ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. പക്ഷെ എന്നാലും മറ്റേ സ്ഥാനാർത്ഥിയുടെ ആളുകളും വോട്ട് വയ്ക്കാൻ വന്നിട്ടില്ലേ? വന്നിരുന്നു. പക്ഷെ അവർക്ക് പറയാൻ ഇവിടെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. 3 വർഷം INLന്റെ മന്ത്രി ഉണ്ടായിട്ടും മന്ത്രിയെ കൊണ്ട് നമ്മുടെ വാർഡിന് 1 രൂപയുടെ പോലും വികസനങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ പറ്റിയോ? അവർ ഈ വാർഡിന് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ്. പിന്നെന്തിനാ അവർക്ക് വോട്ട് കൊടുത്ത് വെറുതെ കളയണം? സമൂഹ മാധ്യമങ്ങളിലെല്ലാം നമ്മുടെ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള കുപ്രചരണങ്ങളല്ലേ ഇവർ പ്രചരിപ്പിക്കുന്നത്? നമുക്ക് എല്ലാം ചെയ്തു തന്നത് നമ്മുടെ ലീഗാണ്. എന്തിനേറെ പറയുന്നു, നമ്മൾ നടന്നു വന്ന ഈ റോഡിനെ കോൺക്രീറ്റ് ചെയ്ത് മനോഹരമാക്കിയതും ലീഗ് തന്നെയല്ലേ? അതുകൊണ്ട് ഞങ്ങളുടെ വോട്ടുകളും കുടുംബത്തിന്റെ വോട്ടുകളും എല്ലാം UDFന്റെ ഷാഹിന സലീമിന് തന്നെയാണ്. 16-ാം വാർഡിന്റെ വികസന കുതിപ്പിൽ ഞങ്ങളുടെ വോട്ട് ഷാഹിന സലീമിന് തന്നെ.